ഹലോ ഗൈസ്, ഇതെൻ്റെ വെഡ്ഡിങ് ഈവൻ്റ് അന്ന് ഉച്ചക്കെടുത്ത വീഡിയോ ആണ്. ഞാൻ മെഹന്തിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് വന്നപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട്. ഉറങ്ങി എണീറ്റപ്പോഴും ഉച്ചയായിട്ടുണ്ട്. കാരണം 6:30-7 മണിക്കാണല്ലോ മെഹന്തി ഇട്ട് ഞാൻ കഴിഞ്ഞത്. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കസിൻസും ചേട്ടന്മാരും പിന്നെ വല്യമ്മയും വലിയച്ഛനും അങ്ങനെ എല്ലാവരും റൂമിലുണ്ടായിരുന്നു. എല്ലാവരും നല്ല കോലത്തിലായിരുന്നു. എന്നാൽ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒറ്റ ക്ലിപ്പ് പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരാനായിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 2:30-3 മണിക്ക് വരേണ്ടവർ 4:00ക്കാണ് വീട്ടിൽ വന്നിട്ടുണ്ടായത്. എനിക്ക് ഡേ ലൈറ്റിൽ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ വീട്ടിൽ നിന്ന് എടുക്കണമെന്ന് അതൊന്നും നടന്നിട്ടുണ്ടായില്ല. നമുക്ക് നേരെ ഹോളിലേക്ക് ഓടേണ്ടി വന്നു ഈ ഒരു ഇഷ്യൂ കാരണം. പിന്നെ എനിക്ക് അത്രയ്ക്ക് ഞാൻ മേക്കപ്പിൽ അങ്ങോട്ട് സാറ്റിസ്ഫൈഡും അല്ല. ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വെൽക്കം ബോർഡ്. പിന്നെ ഇതായിരുന്നു എൻ്റെ സ്റ്റേജ്. എൻ്റെ ഫ്രണ്ട്സ് ആണ് ഇവൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സ്റ്റേജിന് ചെറിയൊരു ഹൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഞാൻ എല്ലാവരും വിളിച്ച് കയറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും അഞ്ചേച്ചിയും ഗീവച്ചേട്ടനും കൂടെയാണ് എൻട്രി ഒക്കെ നടത്തിയത്. അപ്പോഴേക്കും നമ്മുടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. എന്നാലും കുറച്ച് അയൽവക്കക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ മീറ്റ് ചെയ്ത് പിന്നെ ഞാൻ ഫോട്ടോസ് എടുത്തു. പിന്നെ ഫാമിലി ഫോട്ടോയൊക്കെ എടുക്കാമല്ലോ ഈ ഒരു സമയം കൊണ്ടെന്ന് ഓർത്തിട്ടാണ് നമ്മൾ വേഗം തന്നെ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് പോയത് കേട്ടോ. പിന്നെ അഞ്ചേച്ചിയും ഗീഗോച്ചേട്ടനൊക്കെ ആയിട്ട് അവരായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞാനും അഞ്ചേച്ചിയായിട്ടുള്ള കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു. അത് ഞങ്ങൾക്ക് സ്ഥിരം പരിപാടിയാണ്. എവിടെ പോയാലും ഞങ്ങൾ രണ്ടുപേരായിട്ടുള്ള ഫോട്ടോസ് ഞങ്ങൾ എടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫോട്ടോസും ഞങ്ങളുടെ അടുത്തുണ്ട് കേട്ടോ. ഞാൻ സ്റ്റേജിലായതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഈ ഉള്ളതൊക്കെ എങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ചതാണ്. ഞാൻ കൂടുതലും ഫോട്ടോസ് ഷെയർ ചെയ്യാം. കുറച്ച് എൻ്റെ ഫോട്ടോസും കുറച്ച് ഫാമിലി ഫോട്ടോസും ഷെയർ ചെയ്യാം. എല്ലാം കൂടെ ഷെയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലയിൻറ്റ്സ് ആയിരിക്കും എൻ്റെ ഇട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അധികം ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഫാമിലി ഫോട്ടോ ഇടുന്നുള്ളൂ. പിന്നെ നമ്മുടെ പരിപാടിയുടെ ഏറ്റവും ലാസ്റ്റ് ഗീഗോച്ചൻ്റെ ഫ്രണ്ട് അഭിജിത്തിൻ്റെ നല്ല അടിപൊളി 2 പാട്ടുകളുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് പുള്ളി പാടിയിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് കിട്ടിയാലും വേണ്ടി ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം. സുഗന്ധം പരത്തുന്നതാ അങ്ങനെ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് നമുക്ക് ഫോട്ടോസ് കണ്ടാലോ. ഇതൊക്കെ ഉണ്ടോ കല്യാണ തലേന്ന് ഞാൻ അവിടെ വൈകിട്ട് നിന്ന് എടുത്ത ഫോട്ടോസ്. ഇത് ഞങ്ങൾക്കൊരു പള്ളിയുടെ ഹോളിലായിരുന്നു, പുതിയകാവ് പള്ളിയുടെ ഹോളിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയുടെ അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഹോളിലേക്ക് കയറുന്നതിന് മുമ്പ് എടുത്ത കുറച്ച് ഫോട്ടോസും ഹോളിലുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. വെഡ്ലോഗ് സ്റ്റോറീസാണ് എൻ്റെ എല്ലാ ഇതും ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെയും ഉണ്ണിയുടെ വീട്ടിൻ്റെ സൈഡിൽ നിന്നും. അതും എൻ്റെ സീനിയർ ചേട്ടൻ നിതിൻ ചേട്ടനാണ് എനിക്ക് ചെയ്ത് തന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഫൈസി, എൻ്റെ മെഹന്തി ആർട്ടിസ്റ്റ് ആൻഡ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ തലേദിവസത്തെ ഹോള്. തലേദിവസത്തെ പരിപാടിക്ക് ശേഷം ഞാനും അഞ്ചേച്ചിയും ഗീഗോച്ചേട്ടനും പിന്നെ എൻ്റെ കസിൻ ചേച്ചിയും സജ്ജേട്ടനും മോൻ ആദ്യം കൂടെ കൂടിയിട്ട് ഞങ്ങളൊരു ഹോട്ടൽ റൂമിലേക്ക് പോവുക ചെയ്ത്. ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തെ അതായത് വെഡ്ഡിങ് ഡേയുടെ മേക്കപ്പ് ഒരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫോട്ടോസും അങ്ങനെ ഞങ്ങൾ അവിടെ പോയി സ്റ്റേ ചെയ്തത്. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.